Balanagar Technical Institute, Private ITA, Mookkannoor Angamaly. Workshop Calculations and Science for second years. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഫ്രിക്ഷന്റെ ചാപ്റ്റർ ആണ്. ഫ്രിക്ഷന്റെ ചാപ്റ്ററിലെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്, ഫ്രിക്ഷൻ ഡെഫിനിഷനും ഫ്രിക്ഷന്റെ ടൈപ്സും. അതായത് ഫ്രിക്ഷൻ ഡെഫിനിഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. ഫസ്റ്റ് നമുക്ക് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. Whenever a body moves or tends to move over the another body, a force comes into play which act parallel to the surface of contact and oppose the relative motion. This opposing force is called friction. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ഒപ്പോസിംഗ് ഫോഴ്സ്, അതാണ് ഫ്രിക്ഷൻ. ഓക്കെ, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബോഡി ഒരു സർഫസിലൂടെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബോഡിയുടെ സർഫസും മറ്റൊരു ബോഡിയുടെ സർഫസും പാരലൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോഡിയുടെ മുകളിലൂടെ അല്ലെങ്കിൽ അടിയിലൂടെ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഓക്കെ, ഒപ്പോസ് ചെയ്യുന്ന ആ ഫോഴ്സ് ആണ് നമ്മൾ ഫ്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ആക്ട്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ട്രൈസ് ടു ഒബ്സ്ട്രക്ട് ദ മോഷൻ ഓഫ് ദി ഒബ്ജക്ട്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ശ്രമിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ ബോഡിയുടെ മോഷനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ തടസ്സപ്പെടുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദ റഫ്നെസ് ഓഫ് ടു സർഫസ്. ഇത് സംഭവിക്കുന്നത് അല്ലെ ഫ്രിക്ഷണൽ കേസസ് ഇവിടെ സംഭവിക്കുന്നത്, ഫ്രിക്ഷൻ സംഭവിക്കാൻ കാരണം റഫ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ടു മോഷൻ. നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്തിനെതിരെ, മോഷനെതിരെയുള്ള. ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ടു മോഷൻ. It depends upon the normal reaction between the contact surfaces and the nature of the surfaces. അപ്പോൾ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ കോണ്ടാക്ട് സർഫസ്. രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ ആ രണ്ട് സർഫസിന്റെയും നോർമൽ റിയാക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നേച്ചർ ഓഫ് ദി സർഫസും. ഏത് നേച്ചർ, ചിലപ്പോൾ സ്മൂത്ത് ആകാം അല്ലെങ്കിൽ റഫ് ആകാം, ആ സർഫസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. അതേപോലെ തന്നെ നമ്മൾ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് ആയ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷനും കൂടും, ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷനും കുറവുണ്ടാകും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയുമാണ് ഫ്രിക്ഷന്റെ നമ്മൾ പഠിക്കുന്ന ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയാം. അതിന്റെ കുറച്ച് പോയിന്റ്സും അതിന്റെ ഡെഫിനിഷൻ. നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കാം. ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ആ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, അതാണ് പി എന്ന് പറയുന്നത്. ആ പി ഫോഴ്സ് ഞാൻ മുമ്പിലേക്ക് വലിക്കുക അല്ലെങ്കിൽ തള്ളുകയാണെന്ന് വിചാരിക്കുക. ആ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടായിരിക്കുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിരുന്നു, നോർമൽ റിയാക്ഷന്. അപ്പോൾ നോർമൽ റിയാക്ഷൻ ആണ് ആ ബോഡിയുടെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതേ ലൈനിൽ തന്നെ എന്തും ആക്ട് ചെയ്യുന്നുണ്ട്, ആ ബോഡിയുടെ വെയിറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിനോട് അതേപോലെ തന്നെ ഈക്വൽ ആയിരിക്കും ആ ബോഡിയുടെ നോർമൽ റിയാക്ഷനും. നോർമൽ റിയാക്ഷൻ എവിടെയാണ് സംഭവിക്കുന്നത്, ബോഡി റെസ്റ്റ് ചെയ്യുന്ന സർഫസും ബോഡിയുടെ സർഫസും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നിടത്താണ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അത് എന്തിനോട് ഈക്വൽ ആണ്, W, അതായത് വെയിറ്റ് ഓഫ് ദി ബോഡിയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ റിലേഷൻ തന്നെ ഓർക്കാം. ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അതാണ് ഞാൻ ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി കാട്ടാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, ഒരു കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ F ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു Rn.
അപ്പോൾ ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu ആയിട്ട് എടുത്തു. അങ്ങനെ ഫ്രിക്ഷന്റെ റിലേഷൻ എന്ത് കിട്ടി? mu ഇൻറ്റു Rn, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? ബോഡി മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ പി ഫോഴ്സ് നമ്മൾ മുമ്പിലേക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്കായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഫ്രിക്ഷന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതായത് ഒരു ബേസിക് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അതിൽ പി എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ്, എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ്, ബോഡിയുടെ വെയിറ്റ് ആണ്, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് Rn, അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് u. ഇനി നമുക്ക് അടുത്ത ടൈപ്സ് നോക്കാം. ടൈപ്സ് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, ഡൈനാമിക് ഫ്രിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അതിൽ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. ഓരോരോ ടൈപ്സ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ the friction between two solid objects when at rest is called static friction. രണ്ട് സോളിഡ് ഒബ്ജക്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ രണ്ട് സോളിഡ് ബോഡി എടുക്കുന്നു, അത് റെസ്റ്റിലായിരിക്കും ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ റെസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ക്യാൻ പ്രിവെന്റ് ആൻ ഒബ്ജക്ട് ഫ്രം സ്ലൈഡിംഗ് ഡൗൺ ഓൺ എ സ്ലോപ്പ്ഡ് സർഫസ്. ഒരു സ്ലോപ്പ് സർഫസിൽ നിന്ന് താഴേക്ക് തെന്നി പോകാതെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസസ് ദ ഇംപെൻഡിങ് ഫോഴ്സ്. ഓക്കെ, സ്റ്റാറ്റിക് ഫോഴ്സ് എന്താ പറയുന്നു? അതിൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ചെയ്യുന്നു, അത് താഴേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസസ് ദി ഇംപെൻഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞത്, അതായത് അപ്ലൈഡ് ഫോഴ്സ്. when there is no applied force there is no static friction. ഇനി നമുക്ക് ഒരു ബോഡിയിൽ അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തും ഉണ്ടായിരിക്കില്ല? സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ടായിരിക്കുകയില്ല. ഇത്രയുമാണ് നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് നോക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്ത ടൈപ്പ് നോക്കാം, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ when frictional force is equal to the limiting friction then the friction between two surfaces is known as limiting friction. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനോട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്ന ഫോഴ്സ്. ഓക്കെ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷനോട് ഈക്വൽ ആണെന്നാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് റിലേഷൻ നമുക്ക് എടുക്കാം, എഫ് ഈസ് ഈക്വൽ ടു പി എടുക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആയി? ഫ്രിക്ഷണൽ ഫോഴ്സിനോട് ഈക്വൽ ആവുന്ന കേസാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നമുക്ക് വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് ദി അനദർ ബോഡി ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് മാക്സിമം ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് നമ്മൾ ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാണെന്ന് വിചാരിക്കുക, ജസ്റ്റ് സ്റ്റാർട്ട് ആണത്, ജസ്റ്റ് സ്റ്റാർട്ട് മൂവിങ് ഓവർ സർഫസ് ഓഫ് അനദർ ബോഡി, അപ്പോഴുണ്ടാവുന്ന എന്താണ്? ഫ്രിക്ഷൻ. ഓക്കെ, അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡി നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സ് ആ ബോഡിയുടെ ഫോഴ്സിനെക്കാട്ടിലും കൂടുതൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ എന്ത് ചെയ്യും? അത് പിടിച്ചു നിർത്തും. അപ്പോഴുണ്ടാകുന്ന ഫ്രിക്ഷൻ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ഡൈനാമിക് ഫ്രിക്ഷൻ നോക്കാം, അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ. It is the friction between the objects when are in motion is called dynamic friction or kinetic friction. Okay, അതായത് രണ്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഒബ്ജക്റ്റിന്റെ സർഫസ് എടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്തുണ്ടായിരിക്കണം? മൂവ്മെന്റിൽ ആയിരിക്കണം. അതാണ് ഇറ്റ് ഈസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് വെൻ ആർ ഇൻ മോഷൻ. ആ ഒബ്ജക്റ്റ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂ എന്തുള്ളൂ? അവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ friction between objects when are in motion. ഓക്കെ, ആ ഒബ്ജക്ട്സ് മോഷനിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനാമിക് ഫ്രിക്ഷൻ വിളിക്കാം. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് ദി ഒപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻടു പ്ലേ when one body is actually moving over the surface of the another body. ഒരു ബോഡി അതിന്റെ സർഫസ് കൊണ്ട് മറ്റൊരു ബോഡിയുടെ സർഫസിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒപ്പോസിംഗ് ഫോഴ്സിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസ് ദി റിലേറ്റീവ് മോഷൻ. ഇതും അതേപോലെ തന്നെ എന്താണ്? റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ നോക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ നോക്കുമ്പോൾ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ദാറ്റ് കംസ് ഇൻടു പ്ലേ വെൻ ദി ബോഡി സ്ലൈഡ്സ് ഓവർ ദി സർഫസ് ഓഫ് ദി അനദർ ബോഡി ഈസ് കോൾഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എപ്പോഴും എന്താണ്? ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. എന്ത് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഫോഴ്സ് ആണ്. കംസ് ടു പ്ലേ വെൻ
the body slides over the surface of the another body. Slide ചെയ്യുമ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡി സ്ലൈഡ് ചെയ്തു പോകുന്ന കേസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂവിൽ നിന്ന് കുറവായിരിക്കും, ചെറുതായിരിക്കും. Example, a flat block is moved over the flat surface of a table. ഒരു ഫ്ലാറ്റ് സർഫസ് ടേബിളിൽ നിന്ന് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അവിടെ തെന്നിപ്പോകുന്ന കേസ് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന കേസ്. ഇതിനടുത്ത് നമുക്ക് റോളിംഗ് ഫ്രിക്ഷൻ നോക്കാം. The force of friction that comes into play when body is rolls over the surface of another body is called rolling friction. Okay, ഒരു ബോഡിയുടെ സർഫസിൽ മറ്റൊരു ബോഡി റോൾ ചെയ്ത് പോകുമ്പോഴുണ്ടാകുന്ന ഫ്രിക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതേപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ബോൾ അല്ലെങ്കിൽ വീല് അല്ലെങ്കിൽ സർക്കുലർ ഡിസ്ക് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോൾസ് എല്ലാം എന്ത് ചെയ്യുന്നു? റോൾ ഓവർ എ സർഫസസ്. ഓക്കെ, ബോൾ അല്ലെങ്കിൽ സർക്കുലർ ഡിസ്ക്, സിലിണ്ടർ എവിടെ എന്ത് ചെയ്യുന്നു? ഒരു സർഫസിൽ റോൾ ചെയ്തു പോകുന്നു. ആ കേസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ടൈപ്സ് പഠിച്ചു, ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. താങ്ക് യു.